എൻ്റെ പേര് ബീന. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ കല്ലമ്പലത്ത് എന്നുള്ള സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഇതെൻ്റെ ഭർത്താവ് സുനിൽ. ഞങ്ങൾക്ക് കിട്ടിയ രോഗസൗഖ്യം പങ്കിടുവാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. എൻ്റെ ഭർത്താവ് ഒരു വർഷം ഒരു റൂമിൽ കിടപ്പായിരുന്നു. ഹോസ്പിറ്റലിലൊക്കെ പോയി ഒരുപാട് ഹോസ്പിറ്റലിൽ പോയപ്പോഴൊക്കെ അവർ പറഞ്ഞിരുന്നത് തലേന്നുള്ള ഞരമ്പിൻ്റെ ഒരു പ്രശ്നമാണെന്നാണ് പറഞ്ഞിരുന്നത്. അതിന് ചികിത്സിക്കാൻ ഒരുപാട് പൈസ വേണമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇവിടെ കൃപാസനം എന്ന് ആലപ്പുഴ ഒരു പള്ളി ഉണ്ടെന്ന് മാത്രമേ ഞാൻ അറിഞ്ഞിരുന്നുള്ളൂ. ഞാൻ ഇവിടെ പറഞ്ഞു കേട്ട് ഇവിടെ വന്നതാണ്. ഇവിടെ വന്നു ഞാൻ ഉടമ്പടി എടുത്ത് 2022 മെയ് മാസത്തിലാണ് ഞാനിവിടെ വന്നത്. ഞാൻ ഉടമ്പടി എടുത്ത് ഒരു മാസം കഴിയുമ്പോൾ ഒരു റൂമിൽ സുനിൽ ഒരു മാസം വരെ ആ റൂമിൽ കിടപ്പ് രോഗിയായിരുന്നു. ഉടമ്പടി എടുത്ത് ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോയ വെഞ്ചരിച്ച സാധനങ്ങളെല്ലാം ഉപയോഗിക്കുകയും കിടപ്പ് രോഗി എന്ന് വെച്ചാൽ അവർക്ക് തലേന്നുള്ള ഞരമ്പ് ഉണങ്ങിയുള്ള അസുഖമായിരുന്നു. അപ്പോൾ ഈ കാലൊന്നും എടുത്ത് ചലിക്കാനോ വെയിറ്റ് എടുക്കാനോ ഒന്നും പാടില്ലായിരുന്നു. കൈയൊക്കെ അങ്ങ് ഒരു മടങ്ങിപ്പോണ ഒരവസ്ഥയിലായിരുന്നു. കാല് നടക്കാനും പറ്റത്തില്ലായിരുന്നു. അങ്ങനെയാണ് ഞാനിവിടെ വരുന്നത്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഒരു മാസത്തിനകം റൂമിൽ കിടക്കുമായിരുന്നു. ഒരു മാസം കൊണ്ട് ഒരു മാസമായപ്പോൾ മനുഷ്യൻ എണീച്ച് വരുന്നതാണ് ഞാൻ കണ്ടത്. അപ്പോൾ അവിടെ ഇവർ കിടക്കുന്ന റൂമിൽ നിന്ന് ഒരു നീല വെളിച്ചം ഇറങ്ങി പോകുന്നത് ഞാൻ കണ്ടിരുന്നു. അന്ന് രാവിലെ ഈ മനുഷ്യൻ ഇറങ്ങി വന്നപ്പോൾ ഞാൻ നല്ലതുപോലെ ഇറങ്ങി വരുന്നു. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞ് എൻ്റെ കാലിൻ്റെ വെള്ളയിൽ ആരോ വന്ന് അടിച്ചു പിടിച്ചു എന്ന് ഞാൻ പറഞ്ഞു. അതങ്ങനെ ആ അസുഖം ഭേദമായി അതോടുകൂടി. അതിനുശേഷം പിന്നെ അസുഖം അങ്ങനെ വന്നിട്ടില്ല. പിന്നെ എന്ന് വെച്ചാൽ ശരീരത്തിലൊരു 10-16 മുഴകളുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ നമുക്ക് പോകാമെന്ന് പറഞ്ഞു ഞാൻ ഇനി എങ്ങും ഒരു ഹോസ്പിറ്റലിൽ ഞാൻ പോകുന്നില്ല, എൻ്റെ അമ്മ മാതാവ് അതും എന്നെ രക്ഷപ്പെടുത്തി തരുമെന്ന് പറഞ്ഞു. ഇവിടെ നിന്ന് കൊണ്ടുപോയ വെഞ്ചരിച്ച വസ്തുക്കൾ ഉപയോഗിക്കുകയും തൈലം പുരട്ടുകയും ചെയ്തു. അതും ആ അസുഖത്തിൽ നിന്നും മാറ്റിത്തന്നു. ഇപ്പോൾ ആ മുഴകളെല്ലാം മാറിപ്പോയി. ഒരു ചെറിയ ഒരു 2-3 മുഴകൾ മാത്രമേ ഉള്ളൂ. അത് ഒരു കടുകുമണിയുടെ രൂപത്തിൽ മാത്രമേ അത് കാണപ്പെടുന്നുള്ളൂ. ഞാനും പലവിധ അസുഖത്താൽ ഭാരപ്പെട്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് ഡിസ്കിൻ്റെ കംപ്ലൈൻ്റ് ആയിരുന്നു. ഹോസ്പിറ്റലിൽ ഞാൻ ചികിത്സിച്ചുകൊണ്ടിരുന്നപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞ് അത് ചികിത്സിച്ച് ഭേദമാക്കണമെന്ന് പറഞ്ഞു. എനിക്ക് പോയി ചികിത്സിക്കാനുള്ള പൈസ കുറവായിരുന്നു. അതുകൊണ്ട് ഞാൻ പോയില്ല. അതിനുശേഷം എനിക്ക് 5 വർഷം കൊണ്ട് ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അതിന് ആശുപത്രിയിൽ ഞാൻ പോയിട്ടില്ല. ഇവിടെ അമ്മ മാതാവ് എനിക്ക് മാറ്റിത്തരുമെന്ന് എനിക്ക് പൂർണ്ണമായും വിശ്വാസമുണ്ടായിരുന്നു. ഇവിടെ നിന്ന് കൊണ്ടുപോയ തൈലം പുരട്ടി ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി എനിക്ക് ആ അസുഖവും പൂർണ്ണമായും 5 വർഷം കൊണ്ട് ഈ ബ്ലീഡിങ് ഉണ്ടായിരുന്നതും എനിക്ക് മാറ്റിത്തന്നു. അമ്മ മാതാവ് എനിക്ക് മാറ്റിത്തന്ന്. എനിക്ക് 16 മുഴയുണ്ടായിരുന്നു. അതിൽ ഇനി 1-2 ബാക്കിയുണ്ട്. എന്നാലും ഒരു ചെറിയ രൂപത്തിലേ ഉള്ളൂ. പിന്നെ ഞാൻ നേരത്തെ അസുഖം ഉണ്ടായിരുന്നു. റൂമിൽ ഏകദേശം ഒരു മാസം തീർത്ത് കിടപ്പിലായിരുന്നു. ഏകദേശം 1 കൊല്ലം കിടന്നു. പക്ഷേ അമ്മയുടെ തേനും തൈലവും പുരട്ടി അത് കുറേശ്ശെ മാറി. അത് കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു 3 വർഷക്കാലം ജോലിക്ക് കയറിയായിരുന്നു. വീട്ടിൽ കിടന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അമ്മയും മക്കളും കൂടി എന്നെ എടുത്തുകൊണ്ട് ബാത്റൂമിൽ കയറ്റി ഇരുത്തി പിന്നെ തിരിച്ചു കൊണ്ടുവരും. അങ്ങനെയുള്ളൊരു വ്യവസ്ഥയിലായിരുന്നു. കൈയൊക്കെ ഇങ്ങനെ ഇരിക്കുള്ളായിരുന്നു. അങ്ങനെ ആ കണ്ടീഷനൊക്കെ ആയിരുന്നു. കുടുംബത്തിൽ എല്ലാവരും ഇങ്ങനെ തന്നെയാണ്. ഇപ്പോൾ 2 സഹോദരിമാർ കിടക്കുന്നുണ്ട്. ഡോക്ടറെ അടുത്ത് പോയപ്പോഴത്തേക്ക് ഡോക്ടർമാരെല്ലാം പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു പ്രസവിക്കുമ്പോഴേ ഒരു തലേന്നുള്ള നരമ്പിൻ്റെ ആ ഒരു പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്ന് പറഞ്ഞു. വേറെ ചികിത്സയൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഇപ്പോൾ 2 പേര് കിടക്കുന്നുണ്ട്. ഞാൻ അമ്മയുടെ അടുത്ത് വന്നതുകൊണ്ട് ഈ പരുവത്തിലായി. ഞാൻ പിന്നെ അസുഖമൊക്കെ കഴിഞ്ഞു എണീച്ചിട്ട് ഇപ്പോൾ തോനെയായി. പക്ഷേ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു 3 വർഷക്കാലം ജോലിക്ക് വീണ്ടും കയറിയപ്പോൾ ഞാൻ ഒത്തിരി ലേശവും കള്ളു കുടിച്ചു തുടങ്ങി. അപ്പോഴത്തേക്ക് അതിനു മുന്നേ എന്നെ അസുഖം ശരിയായപ്പോഴത്തേക്ക് വന്ന് സാക്ഷ്യം പറഞ്ഞില്ല. അന്ന് പറയാനായിട്ട് തോന്നിയില്ല. പിന്നെ ഞാൻ ജോലിക്ക് കയറി കാലിക്കൂടി സിമ്പൻ്റെ വീണ് അമ്മ എനിക്ക് ശിക്ഷ തന്നതാണത്. സാക്ഷ്യം പറയാത്തതുകൊണ്ട് ഞാൻ മാറ്റി വെച്ചിരുന്നു. അപ്പോൾ അങ്ങനെയാണ് വീണ്ടും ഇപ്പോൾ 1 മാസം കിടക്കുന്നത്. അത് കഴിഞ്ഞു അമ്മ വീട്ടിൽ വന്നിരുന്നു. വീട്ടിൽ വന്നു ഞാനിങ്ങനെ രാത്രി തലയണിക്ക് മേളിൽ വെച്ചിട്ടാണ് കിടക്കുന്നത്. ഞാനിങ്ങനെ കാലും പൊക്കി വെച്ച് കിടക്കുമ്പോഴത്തേക്ക് രാത്രി ഒരു 2 മണിയാവും. 2 മണിയായിട്ട് ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്ക് എനിക്ക് ഉള്ളിൽ നല്ല ഓർമ്മയുണ്ട്. അങ്ങനെ ഇങ്ങനെ ഒരാൾ നീലമേലങ്കിയാൽ വരുന്നുണ്ട്. എൻ്റെ കാലിൽ വന്ന് ശരിക്കുള്ള അടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കട്ടിലിൻ്റെ തലപ്പാകത്ത് മുട്ടി
ആ കണക്കിന് ഒരടി ഉള്ളംകാലിൽ 2 കാലിലുമായിട്ട് ചേർത്ത് അടിച്ചു. അപ്പോൾ പിറ്റേന്ന് രാവിലെ ഞാൻ 2 കാലും സുഖമായിട്ട് എണീച്ചു, നടന്നു വന്നു. അതുവരെ നടക്കത്തില്ല, ഞാൻ ലേശവും നടക്കത്തില്ല, ആ കണ്ടീഷനായിരുന്നു. അത് പാരമ്പര്യ രോഗത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. അങ്ങനെയാണ് കാര്യങ്ങൾ. 5 പേര് മരിച്ചിട്ടുണ്ട് കുടുംബത്തിൽ ഈ അസുഖമായിട്ട് തന്നെ. ഒരു 45-42 വയസ്സാകുമ്പോൾ വീഴും, ഒരു 10-55 ആകുമ്പം, ഇത്രയും നാൾ കിടക്കും, ഒരു 55 ആകുമ്പം മരണപ്പെടും. അങ്ങനെയുള്ളതായിരുന്നു. എനിക്കിപ്പോൾ 54 വയസ്സായി. അപ്പം ഞാൻ ആണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത്. 54 വയസ്സായി. പിന്നെ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ സാക്ഷ്യം പറയാൻ താമസിച്ചു പോയതുകൊണ്ടാണ് എനിക്ക് വീണ്ടും ഇങ്ങനെ അമ്മ ഒരു ശിക്ഷ തന്നത്. പിന്നെ അച്ഛൻ്റെ ദാനം ഒരു ഇടയ്ക്ക് തന്നെ ഒരു യൂട്യൂബിൽ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരുപാട് ബുദ്ധി ഉദിച്ചു. അതാണ് ഇപ്പോൾ ഇത്രയും പെട്ടെന്ന് വരാൻ കാര്യം. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ജപമാല പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ പ്രാർത്ഥനകളെല്ലാത്തിലും ഞാൻ പങ്കെടുക്കുന്നുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ ഞാൻ ബൈബിള് വായിക്കുന്നുണ്ട്. അരമണിക്കൂർ ഞാൻ ബൈബിള് വായിക്കുന്നുണ്ട്. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 2:8 അരുളി ചെയ്യുന്നു, കൃപയാൽ രക്ഷിക്കപ്പെടുന്ന ഓരോ കുടുംബങ്ങളും ജീവിതവും. ഇന്ന് സുനിൽ എന്ന മകനും തൻ്റെ ജീവിത പങ്കാളിയാണ് ഉടമ്പടി എടുത്തതിന് ശേഷം 5 വർഷമായിട്ട് തനിക്ക് അസുഖം തുടങ്ങി. 1 വർഷം തീരെ കിടപ്പിൽ. ആ ഒരു അവസ്ഥയിൽ നിന്ന് തൻ്റെ കൈകാലുകളൊന്നും അനങ്ങില്ലായിരുന്നു. ജനിതക വൈകല്യം മൂലം, അതായത് നെർവ്സ് വീക്കായിട്ട് ജനിക്കുമ്പോൾ തന്നെ ബൈ ബർത്തിൽ തൻ്റെ കുടുംബത്തിൽ പാരമ്പര്യമായിട്ടുള്ള ഒരു അസുഖം. 5 പേര് ഓൾറെഡി മരിച്ചു ഈ അസുഖം വന്നിട്ട്, കുടുംബത്തിലെ തന്നെ. 2 സഹോദരിമാര് ഇപ്പോഴ്, ഒരാൾ 5 വർഷവും ഒരാൾ 1 വർഷവുമായിട്ട് ഈ രോഗത്തിൻ്റെ തന്നെ പീഡനങ്ങളിൽ അങ്ങനെ കിടപ്പ് രോഗികളായിട്ട് കഴിയുകയാണ്. താൻ മാത്രമാണ് തൻ്റെ കുടുംബത്തിൽ ഇന്ന് ഇങ്ങനെ എഴുന്നേറ്റ് നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നാം കേൾക്കുമ്പോൾ എങ്ങനെയാണ് ഓരോ കുടുംബത്തിൻ്റെയും അവസ്ഥകളിലേക്ക് പരിശുദ്ധ അമ്മ സാന്നിധ്യമായിട്ട് കടന്നു വരുന്നു. അമ്മയെ സ്നേഹിക്കുന്ന, ഈശോയെ എന്ന് വിളിക്കുന്ന ആ നാമത്തിന് മുൻപിൽ മുട്ടുമടക്കുന്ന കുടുംബങ്ങളിലേക്ക് അമ്മ ഇറങ്ങി വരികയാണ്. തനിക്ക് സാന്നിധ്യമുണ്ടായി. തൻ്റെ കാലിൽ വന്ന് ആരോ അടിച്ചു. അത് മറ്റാരുമല്ല, പരിശുദ്ധ അമ്മ തന്നെയാണ്. പിറ്റേ ദിവസം മുതൽ താൻ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. അതുപോലെ ഒരു നീല വെളിച്ചം തൻ്റെ ഹസ്ബൻഡിൻ്റെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് താൻ കണ്ടു. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അമ്മയുടെ സാന്നിധ്യവും അമ്മ എത്രമാത്രമാണ് മനുഷ്യ വ്യക്തികൾ, അതായത് കുടുംബങ്ങൾ സംരക്ഷിക്കപ്പെടണം, മനുഷ്യ വ്യക്തികൾ സന്തോഷത്തോടെ ജീവിക്കണം. ഇത് അമ്മയും ഈശോയും ആഗ്രഹിക്കുന്നത് തന്നെയാണ്. ഉടമ്പടി നമുക്ക് അതിനൊരു ആ ഉടമ്പടിയിലൂടെ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് ലഭിക്കുവാനായിട്ടുള്ള ഒരു വഴി തുറക്കുകയാണ്. അങ്ങനെ ഇന്ന് തങ്ങളുടെ കുടുംബം സന്തോഷമായിട്ട് പോകുന്നെന്നും ഈ രോഗാവസ്ഥകൾ, അതുപോലെ ഈ വൈഫിനാണെങ്കിലും ഒത്തിരിയേറെ രോഗപ്രശ്നങ്ങളുള്ളപ്പോൾ 5 വർഷമായ ബ്ലീഡിങ്, അതുപോലെ തൻ്റെ മറ്റ് അസ്വസ്ഥതകൾ, ഇതെല്ലാം നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് മാത്രം തനിക്ക് മാറി എന്നാണ് ഈ മകളും ഇവിടെ സാക്ഷ്യപ്പെടുത്തുക. നമുക്ക് ദൈവം നമുക്ക് നൽകുന്ന എല്ലാ കൃപകൾക്കും നമുക്ക് നന്ദിയുള്ളവരാകാം. കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.